ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള പഞ്ഞി പോലത്തെ ബണ്ണിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഞാൻ പ്ലെയിൻ ബണ്ണും കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ചിക്കൻ ഫില്ലിംഗ് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ബണ്ണും കാണിക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബണ്ണിൻ്റെ സെയിം ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. ഈ കാണുന്നൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ ബൗളിനകത്ത് ഞാൻ 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആണ് ഞാൻ ചേർക്കുന്നത്. ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഡ്രൈ ഈസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെക്കണം, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇളം ചൂടുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. 1/2 കപ്പിൻ്റെ താഴെ നമുക്ക് വേണ്ടി വരുള്ളൂ, അപ്പോൾ സൂക്ഷിച്ച് ഒഴിക്കുക. അതുപോലെ തന്നെ വെള്ളത്തിന് ചൂട് കൂടാനോ അതേപോലെ തന്നെ കുറയാനോ പാടില്ല, അപ്പോൾ പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. ഇനി നല്ല പോലെ ഒരു 5-6 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആവണ വരെയും കുഴച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. 1 ടീസ്പൂൺ ഈസ്റ്റ് എന്തായാലും ചേർക്കുക. എൻ്റെ അടുത്ത് അത്രയും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ എപ്പോഴും പൊങ്ങണ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതേപോലെ തന്നെ സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഓയിൽ തടവി കൊടുക്കുക. കാരണം നമ്മളിത് പൊങ്ങാൻ വെച്ചതിന് ശേഷം പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിതൊരു അടച്ച് വെച്ച് 1-2 മണിക്കൂർ ഒന്ന് വെക്കുക. കാരണം ചൂടുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും, അല്ലെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ ആയിട്ടുണ്ട്. എൻ്റെത് ഇതേ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് പൊങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതാ പറഞ്ഞ ഈസ്റ്റിൻ്റെ അളവ്, അതേപോലെ തന്നെ ഈസ്റ്റ് ഒരുപാട് പഴക്കമുള്ളതൊന്നും എടുക്കരുത്, അത് ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരേ അളവിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് പൊടിയിട്ടിട്ട് പലകയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ പ്ലെയിൻ ആയിട്ടും അതേപോലെ തന്നെ ചിക്കൻ ഫില്ലിംഗ് വെച്ചും ചെയ്യുന്നുണ്ട്. ചിക്കൻ ഫില്ലിംഗ് ഒക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ള മസാലയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സമൂസൊക്കെ എടുക്കുന്ന പോലെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാല ആക്കിയാലും മതി. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ കൈവച്ച് നന്നായിട്ട് ഉരുട്ടിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈവച്ച് തന്നെ ഒന്ന് എല്ലാവരും ഒന്ന് വലിച്ചെടുത്താൽ മതി. പരത്തണമെന്നില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം കുറച്ചൊന്ന് പരത്തിയെടുത്താൽ മതി. ഞാൻ പ്ലെയിൻ ആയിട്ടുള്ളത് ചെറിയതാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ എല്ലാ സൈഡിൽ നിന്നൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഉരുട്ടി ഇതാക്കിയാൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ക്രീം ബണ്ണൊക്കെ വാങ്ങിക്കാറില്ലേ കടയിൽ നിന്ന്, റൗണ്ട് ഷേപ്പിലുള്ള, അതിൻ്റെ സെയിം ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ തന്നെ ചിക്കൻ ഫില്ലിംഗ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇച്ചിരിയും കൂടെ വലിയ ഉരുളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നടുക്കാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഓരോന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് നടുക്കോട്ടേക്ക് ഒന്ന് എടുത്താൽ മതി. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. നല്ല പോലെ എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിക്കൻ്റെ ഫില്ലിംഗ് പുറത്ത് വരും. അപ്പോൾ അതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലുത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കാം. ഇനി ഇത് മീഡിയം ചൂടുള്ള എണ്ണയിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഒരുപാട് ചൂടുള്ളപ്പോൾ ഇടരുത്, കാരണം പുറം ഭാഗം പെട്ടെന്ന് ബ്രൗൺ കളറാവും, ഉള്ളു വേവാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നിങ്ങൾക്ക് എത്ര കളർ വേണോ അതിനനുസരിച്ച് ചെയ്യാം. ഞാൻ നല്ലപോലെ ബ്രൗൺ കളർ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ചിക്കൻ ഫില്ലിംഗ് വെച്ചിട്ടുള്ള ബണ്ണും ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം.
ശരിക്കും ആ ക്രീം ബണ്ണിൻ്റെ ഒരു ടേസ്റ്റാണ് നമ്മളിത് പ്ലെയിൻ ആയിട്ട് കഴിക്കുമ്പോൾ. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല പഞ്ഞ് പോലെയാണ് ഇതിൻ്റെ അകം ഇരിക്കണേ. അതേപോലെ തന്നെ നമുക്ക് ചിക്കൻ ഫില്ലിങ്ങും ഒന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കണേ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.